പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമ്മുടെ പുതിയ ചാപ്റ്ററിലേക്ക് സ്വാഗതം. ലാസ്റ്റ് ചാപ്റ്റർ പ്രോബബിലിറ്റി. ഇപ്പോൾ ചില ആളുകളൊക്കെ തന്നെ ലാസ്റ്റ് ചാപ്റ്റർ സ്റ്റാറ്റിക് പ്രോബബിലിറ്റി കൊണ്ട് ഫസ്റ്റ് എടുത്തിട്ടുണ്ടാവും, ഇപ്പോൾ മറന്നു പോയിട്ടൊക്കെ ഉണ്ടാവും അല്ലേ. അതുകൊണ്ട് വീണ്ടും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. ദെൻ പ്രോബബിലിറ്റിയെക്കുറിച്ച് 9th നമ്മൾ പ്രാക്ടീസ് ചെയ്താണ്. What is meant by probability? It's a chance of mathematics. It is a chance of mathematics. Then probability of event equal to number of favorable outcomes divided by total number of outcomes. That is a probability. ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് തിയററ്റിക്കൽ അപ്രോച്ചിലൂടെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഓരോ പ്രോബ്ലത്തിലൂടെ പ്രാക്ടീസ് ചെയ്യാം. Question 1. A bag contains cards with numbers written on it. പ്ലെയിൻ കാർഡ്സ് അല്ല, കാർഡ്സ്, നമ്പർ കാർഡ്സ്. ഫ്രം 1 to 80. എ കാർഡ് ഈസ് ഫുൾ സ്റ്റോപ്പ്. എ കാർഡ് ഈസ് പുൾഡ് ഔട്ട് അറ്റ് റാൻഡം. ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് ദി കാർഡ് ഷോസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ദി കാർഡ് ഷോസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ദെൻ 1 to 80 വരെ ഒരു ബോക്സിൽ കാർഡ്സിൽ എഴുതിയിട്ടു അല്ലേ. 1 to 80 വരെ ഉണ്ട് കാർഡ്. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എത്ര? 80. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് 80 ആണ്. ദെൻ ഫേവറബിൾ ഔട്ട്കംസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് പെർഫെക്റ്റ് സ്ക്വയർ. 1, 4, 9, 16, 25, 49, 64, 81. 1, 2, 3, 4, 5, 6, 7, 8. That is പ്രോബബിലിറ്റി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് പെർഫെക്റ്റ് സ്ക്വയർ. പി എന്ന് എഴുതിയാൽ മതി. എന്നിട്ട് ബ്രാക്കറ്റിൽ പെർഫെക്റ്റ് സ്ക്വയർ ഈക്വൽ ടു 8/80. ദാറ്റ് ഈസ് 1/10. പ്രോബബിലിറ്റി ഓഫ് പെർഫെക്റ്റ് സ്ക്വയർ ഈക്വൽ ടു 8/80. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/10. 1/10 എന്ന് പറയാം. ഓക്കെ, 1/10. അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. A bag contains 6 red and 5 blue balls. 6 red and 5 blue balls. Find the probability that the ball drawn is not red. Find the probability that the ball drawn is not red. ഇപ്പോൾ എ ബാഗ് കണ്ടെയ്ൻ 6 റെഡ് അല്ലേ. ഒരു ബാഗിൽ 6 റെഡ് ഉണ്ട്. ദെൻ 5 ബ്ലൂ ഉണ്ട്. 5 ബ്ലൂ ബോൾ ഉണ്ട്. ദെൻ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് നോട്ട് റെഡ്? ടോട്ടൽ ബോൾ എത്ര? 11 ബോൾ. നോട്ട് റെഡ് ആണ് കണ്ടത്. പ്രോബബിലിറ്റി ഓഫ് നോട്ട് റെഡ് ഈക്വൽ ടു ബ്ലൂ കണ്ടാൽ മതിയല്ലോ, 5/11. നോട്ട് റെഡ് ഈക്വൽ ടു 5/11. റെഡ് അല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതുക. 2 different dice are tossed. 2 different dice are tossed together. ഡൈസ് കണ്ടില്ലേ നമ്മൾ അല്ലേ? സ്നേക്സ് ആൻഡ് ലാഡർ കളിക്കുന്നവർക്കൊക്കെ അറിയാം ഡൈസ്. 2 different dice are tossed together. Find the probability. Sub question A. The number on each die is even. The number on each die is even. Second question. The sum of numbers appearing on the 2 dice is 5. Sum of numbers appearing on the 2 dice is 5. ഇപ്പോൾ 2 ഡൈസ് ത്രോ ചെയ്യാം. ഒരേ ഡൈസ് സെയിം ടൈമിൽ ടോസ് ചെയ്യുമ്പോൾ ടോട്ടൽ ഔട്ട്കംസ് എത്ര പെയർ അല്ലെങ്കിൽ ടോട്ടൽ ഔട്ട്കംസ് എത്ര നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു ഡൈയിൽ എത്ര? ഹൗ മെനി ഫേസസ്? 6 ഫേസസ്. അപ്പോൾ നമുക്കറിയാം 6 നമ്പേഴ്സ് ഉണ്ടാവും. 6 ഫേസിൽ ഓരോ നമ്പേഴ്സാണ്. ദെൻ 6 × 6 36 പോസിബിൾ ഔട്ട്കംസ്. അപ്പോൾ പ്രൊഡക്റ്റാണ് ചെയ്യേണ്ടത്, അഡീഷൻ ചെയ്യരുത്. പലപ്പോഴും മാറിപ്പോകാറുണ്ട് എല്ലാവർക്കും. പ്രൊഡക്റ്റിന് പകരം അഡീഷൻ ചെയ്തേക്കാം. 6 + 6 12 എന്ന് എഴുതും. അപ്പോൾ ബാക്കി കംപ്ലീറ്റ് പ്രോബബിലിറ്റി തെറ്റി. അപ്പോൾ ടോട്ടൽ പെയേഴ്സ് ഈക്വൽ ടു 6 × 6 36 പോസിബിൾ ഔട്ട്കം. ദെൻ ഫസ്റ്റ് എന്താ പറഞ്ഞത്? ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ഈവൺ നമ്പർ എന്നാണ് പറഞ്ഞത് അല്ലേ.
രണ്ടും ഈവൺ നമ്പറായിട്ട് കിട്ടാൻ സാധ്യത ഉള്ളതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ബോത്ത് ഈവൺ നമ്പർ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഈവൺ നമ്പറിൽ ടോട്ടൽ 36 ആയിട്ട് കിട്ടി. 2 ഈവൺ നമ്പറാണ്. 2 4 ഈവൺ നമ്പറാണ്. ഫസ്റ്റ് ഡൈസിൽ 2, ഇവിടെ 2, ഫസ്റ്റ് ഡൈസ് 2, 4, 2, 6, 2, 6. നെക്സ്റ്റ് ഇതിൽ 4, 2, 4, 4, 4, 6 ഈവൺ നമ്പർ. ഇനി നെക്സ്റ്റ് 6, 2, 6, 4, 6. ടോട്ടൽ എത്ര ഉണ്ട്? 1, 2, 3, 6, 9. Then 9/36. Probability of both even number equal to 9/36. കട്ട് ഷോർട്ട് ചെയ്താൽ 1/4. വളരെ സിമ്പിളാണ്. ദെൻ 2 ഡൈസ് റോൾഡ് അല്ലെങ്കിൽ 2 ഡൈസ് ത്രോൺ സെയിം ടൈം അല്ലേ? എന്താ പറയുന്നത്? 2 ഡിഫറെൻറ്റ് ഡൈസ് ടോസ് ടുഗെദർ, ഒരുമിച്ച് ടോസ് ചെയ്യുന്നു. ദെൻ 6 × 6 ദാറ്റ് ഈസ് 36 പെയേഴ്സ് ഓർ 36 പോസിബിൾ ഔട്ട്കംസ്. ദെൻ ഈവൺ നമ്പർ, രണ്ടിൽ ഈവൺ നമ്പർ. ഇപ്പോൾ ഇതൊരാളാണ് ഗെയിം. ടോസ് ചെയ്തു അല്ലേ? 2, 2, 2, 4, 2, 6, 2, 3, 4, 2, 4, 6, 4, 4. ദാറ്റ് ഈസ് 6, 2, 6, 4, 6, 6 അങ്ങനെ വീഴുള്ളൂ. ബോത്ത് ഈവൺ നമ്പേഴ്സ് ഈക്വൽ ടു 9 ബൈ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 9/36. കട്ട് ഷോർട്ട് ചെയ്താൽ 1/4. സെക്കൻഡ് എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് മക്കളെ? സം ഈക്വൽ ടു 5 അല്ലേ? രണ്ടും കൂടി ടോസ് ചെയ്യുമ്പോൾ സം ചെയ്യണം അല്ലേ? സം 5 കിട്ടാൻ ചാൻസ് എങ്ങനെയൊക്കെ വരാം? 1 വീഴാം, 4 വീഴാം. ഫസ്റ്റ് ഡൈസിൽ, ഫസ്റ്റ് ഗെയിമിലുള്ള കുട്ടി, കളിക്കുന്ന കുട്ടിക്ക് 1 വീഴും. ഇത് രണ്ട് കുട്ടികളുടെ കയ്യിലാണ്. 1 വീണ് 4 വീണു. സെക്കൻഡ് പേഴ്സണിന് 4. ദെൻ 1 5 ഇല്ല, 1 6 ഇല്ല, 1 അതിലൊന്നുമില്ല അല്ലേ? 2 3 വീണേക്കാം. ഫസ്റ്റ് 2 3 അല്ലേ? ദെൻ വേറെ ഒന്നുമില്ലല്ലോ, ഇല്ല. അപ്പോൾ ഫസ്റ്റ് പേഴ്സണിന് 4 വീഴാം, സെക്കൻഡ് പേഴ്സണിന് 1 വീഴാം, 4-1 ആവാം. ദെൻ ഫസ്റ്റ് പേഴ്സണിന് 3 വീഴാം, സെക്കൻഡിന് 2 വീഴാം. 1 4 2 3 4 1 3 2. ദാ 4 + 1 5, 2 + 3 5, 4 + 1 5, 2 + 3 5. ദാറ്റ് ഈസ് 4/36. ദാറ്റ് ഈസ് 4/36, 1/9. പെർഫെക്റ്റ് ആയല്ലോ? ഇപ്പോൾ ഇത് രണ്ടാളാണ്, 2 പേഴ്സൺസ് ആണ് ടോസ് ചെയ്യുന്നത്. ദെൻ ഫസ്റ്റ് ഒരാൾക്ക് 1 വീണ്, സെക്കൻഡ് പേഴ്സണ് 4 വീണ്, ഫസ്റ്റ് പേഴ്സണ് 2 വീണ്, സെക്കൻഡ് പേഴ്സണ് 3 വീണ്, ഫസ്റ്റ് പേഴ്സണ് 4 വീണ്, സെക്കൻഡ് പേഴ്സണ് 1 വീണ്, ഫസ്റ്റ് പേഴ്സണ് 3 വീണ്, സെക്കൻഡ് പേഴ്സണ് 2 വീണ്. ദാറ്റ് ഈസ് 4 ടൈപ്പിൽ വീഴാം. ദാറ്റ് ഈസ് 4/36 ഈക്വൽ ടു 1/9. ദാറ്റ് ഈസ് 1/9. കിട്ടിയല്ലോ? സിമ്പിളാണ്. 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. ശ്രദ്ധിക്കുക. ഡൈസ്, കോയിൻ, പ്ലേയിങ് കാർഡ്സ്, ഇതാണ് നിങ്ങൾക്ക് കാര്യമായിട്ട് പഠിക്കുന്നത്. ഡൈസ്, കോയിൻ ആൻഡ് പ്ലേയിങ് കാർഡ്സ്. കളിക്കുന്ന കാർഡ് കണ്ടില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പ്രോബ്ലം എഴുതാം. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. A bag contains 5 red, 8 green, 7 white balls. 1 ball is drawn at random from the bag. Find the probability of getting. Question A, not a white ball ആവണ്ട, not a white ball. B question, neither a green nor a red ball. ഗ്രീനും വേണ്ട, റെഡും വേണ്ട, neither nor. അപ്പം എന്താ പറയുക? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? നോട്ട് എ വൈറ്റ് ബോൾ. എ ബാഗ് കണ്ടെയ്ൻസ്, ബാഗിൽ എന്തൊക്കെയുണ്ട് നോക്കുക. എ ബാഗ് കണ്ടെയ്ൻസ്, പറയൂ. 5 red, 8 green, then 7 white. ഫസ്റ്റ് എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോട്ട് എ വൈറ്റ് ബോൾ? വൈറ്റ് ബോൾ വേണ്ട മക്കളെ, അപ്പോൾ റെഡ് ആൻഡ് ഗ്രീന് മാത്രം മതി. ദെൻ ടോട്ടൽ ബോൾ ഈക്വൽ ടു എത്രയാ? 20. ടോട്ടൽ ബോൾ ഈക്വൽ ടു 20. നോട്ട് എ വൈറ്റ് എന്ന് പറഞ്ഞാൽ
റെഡ് ആൻഡ് ഗ്രീന് പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ വൈറ്റ് ബോൾ ഈക്വൽ ടു 5 + 8 13/20. Total ball equal to 20. Probability of not white ball equal to 5 + 8/20 13/20. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? പറഞ്ഞാട്ടെ. നൈദർ ഗ്രീൻ നോർ എ റെഡ്. ഗ്രീനും വേണ്ട റെഡും വേണ്ട, ഗ്രീനും വേണ്ട റെഡും വേണ്ട. നൈദർ ഗ്രീൻ നോർ എ റെഡ്. അപ്പോൾ ഇത് രണ്ടും വേണ്ട, വൈറ്റ് മാത്രം മതി. പ്രോബബിലിറ്റി ഓഫ് നൈദർ ഗ്രീൻ നോർ എ റെഡ് ഈക്വൽ ടു 7/20. ദാറ്റ്സ് ഈക്വൽ ടു 7/20. സിമ്പിൾ. അതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. നെക്സ്റ്റ്, 2 dice are rolled simultaneously. Find the probability that the sum of numbers appearing is 10. The sum of numbers appearing is 10. 2 dice റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് 36 ഔട്ട്കം. പോസിബിൾ ഔട്ട്കം 36 ആണ്. സമ്മ് 10 കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം? 1 9 പറ്റത്തില്ല, 2 8 പറ്റത്തില്ല, 3 7 പറ്റത്തില്ല, 4 6. എന്താ 3 7? ഡൈസിൽ 7 ഇല്ല, 6 വരെയുള്ളൂ. 4 6 6 4. ദെൻ അടുത്തെന്താ വരുന്നത്? 5 5. 5 5 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരു പ്രാവശ്യം ചെയ്താൽ മതി. ആർക്ക് 5 കിട്ടിയാലും 5 5 തന്നെയാണ്. അപ്പോൾ 4 6 6 4 5 5. വേറെ ഏതെങ്കിലുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്കെന്താ പറയാം? 3/36 1/12. 3/36, ദാറ്റ് ഈസ് സിംപ്ലസ്റ്റ് ഫോം 1/12. പെർഫെക്റ്റ് ആണല്ലോ. പെർഫെക്റ്റ് ആണ്, വളരെയധികം പെർഫെക്റ്റ് ആണ് അല്ലേ? വെരി ഗുഡ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. A bag contains 5 red balls and some blue balls. കുറച്ച് ബ്ലൂ ബോൾ ഉണ്ട്. If the probability of drawing blue from the bag is, ബ്ലൂവിൻ്റെ പ്രോബബിലിറ്റി ബാഗ് ഈസ് thrice that of the red ball. റെഡിൻ്റെ പ്രോബബിലിറ്റിയുടെ thrice ആണ്. Find the number of blue balls in the bag. അപ്പോൾ അവിടെ ഒരു മിസ്സിംഗ് കേസാണ് അല്ലേ? എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? നമ്പർ ഓഫ് ബ്ലൂ ബോളിനെ എക്സ് ആക്കി എടുക്കുക. നമ്പർ ഓഫ് ബ്ലൂ ബോൾ എന്താക്കി? ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ബ്ലൂ ബോൾ മിസ്സിംഗ് അല്ലേ? യെസ്. ബാഗ് കണ്ടെയ്ൻ 5 റെഡ് ഈക്വൽ ടു 5. Number of blue ball equal to x. Let us consider number of blue ball x. Total ball x plus 5. Then probability of red equal to 5/x plus 5. Then probability of blue equal to x/x plus 5. എന്താ അവിടെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്? The probability of blue ball is thrice that of red ball. റെഡിൻ്റെ thrice ആണ്. അപ്പോൾ x/x plus 5 equal to 3 × 5/x plus 5. ശരിയല്ലേ? റെഡ് ബോൾ 5, ബ്ലൂ ബോൾ എക്സ്, ടോട്ടൽ ബോൾ എക്സ് പ്ലസ് 5. പ്രോബിലിറ്റി ഓഫ് റെഡ് 5/x plus 5. പ്രോബിലിറ്റി ഓഫ് ബ്ലൂ x/x plus 5. Then blue ball, probability of blue ball equal to thrice that of red ball. Same denominator left right വന്നാൽ കട്ട് ചെയ്യുക. x plus 5 കട്ട്. x equal to 3 × 5, that is 15. Number of blue ball equal to 15. അപ്പോൾ മിസ്സിംഗ് പ്രോബബിലിറ്റിക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്, കണ്ടുപിടിച്ചേക്കണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. നെക്സ്റ്റ് നമുക്ക് ഒരു 8 ടോപ്പിക് എടുക്കാനുള്ളതുണ്ട്. അത് നമുക്ക് എടുക്കാം. അത് കഴിഞ്ഞാൽ ചാപ്റ്റർ കഴിഞ്ഞു. 2 dice are thrown together. What is the probability of getting
എ ഡബ്ലറ്റ്, ഡബിളായിട്ട് വരുന്നത് ഡബ്ലറ്റ്, അതായത് രണ്ടും ഒരേ നമ്പറായിട്ട് വരുന്നതാണ് ഡബ്ലറ്റ്. 1 1 2 2 3 3 4 4 5 5 6 6 ഡബ്ലറ്റാണ്. അല്ലാണ്ട് ഒരു നമ്പറിൻ്റെ മറ്റേ ഡബിൾ എന്നല്ല ഉദ്ദേശിച്ചത്, ഡബ്ലറ്റായിട്ട് ഒരേപോലെ ഈക്വൽ നമ്പറായിട്ട് വരുന്നത്, സെയിം നമ്പറായിട്ട് വരുന്നത്. 1 1 2 2 3 3 4 4 5 5 6 6 ഡബ്ലറ്റാണ്. അപ്പോൾ നമുക്ക് എന്താ പറയാം, ടോട്ടൽ ഔട്ട്കം ഈക്വൽ ടു 36 1 1 2 2 3 3 4 4 5 5 6 6 ഡബ്ലറ്റാണ്. 6/36 ദാറ്റ് ഈസ് 1/6, 6/36 ആണ് ഡബ്ലറ്റ് പ്രോബബിലിറ്റി. അപ്പോൾ നിങ്ങൾ സംശയം സാർ അത് സിംപ്ലിഫൈ ചെയ്യണം, എല്ലാം സിംപ്ലിഫൈ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ലാർജർ ഫ്രാക്ഷൻസ് വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ലെങ്കിലും ചെയ്തു വെച്ചാലും മതി, വലിയ കുഴപ്പമില്ല. സിംപ്ലിഫിക്കേഷൻ മസ്റ്റാണ്, അത് ഓർത്തിരിക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. കേൾക്കുന്നല്ലോ? റെഡി അല്ലേ? റെഡി. നെക്സ്റ്റ്, 2 coins are tossed simultaneously. 2 unbiased coins എന്നൊക്കെ പറയും. Unbiased coins are tossed simultaneously. Find the probability of getting. Question 1. At least one head. ഒരു ഹെഡ് എങ്കിലും വേണം. സെക്കൻഡ്, at most one head. ഒരു ഹെഡ് വരെ, most one head. തേർഡ്, no head. അപ്പോൾ 2 coins are tossed together എന്ന് പറഞ്ഞാൽ ഒരു കോയിനിൽ 2 ഔട്ട്കംസ് ഉണ്ടാവും. ഹെഡ് ടെയിൽ അല്ലേ? അതിനെ പ്രൊഡക്റ്റ് ചെയ്താൽ 2 2s are 4 പോസിബിൾ ഔട്ട്കംസ് വരുന്നത്. ടോട്ടൽ ഔട്ട്കം എത്രയാണ്? 4 പോസിബിൾ ഔട്ട്കംസ്. 4 ഔട്ട്കംസ് ഇതിൽ ഫോം ചെയ്യും. എങ്ങനെയൊക്കെ ആവാം? ഹെഡ് ടെയിൽ, ഒരാൾക്ക് ഹെഡ് വന്നു, ഒരാൾ എറിഞ്ഞപ്പോൾ ടെയിൽ ഹെഡ്, ഒരാൾ ടെയിൽ, ഒരാൾ ഹെഡ്. ഹെഡ് 2 പേർക്കും ഒരേപോലെ, ടെയിൽ 2 പേർക്കും ടെയിൽ സെയിം. അപ്പോൾ 4 പോസിബിൾ ഔട്ട്കംസ് മാത്രമേ കിട്ടത്തുള്ളൂ. ഇനി ഇതിൽ നിന്ന് ഫേവറബിൾ ഔട്ട്കംസ് കാൽക്കുലേറ്റ് ചെയ്യണം. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? അറ്റ്ലീസ്റ്റ് വൺ ഹെഡ്, ഒരു ഹെഡെങ്കിലും വേണം. ഒന്ന് കൂടിയാൽ കുഴപ്പമില്ല, അതിൻ്റെ മീനിങ് അതാണ്. മിനിമം 30 മാർക്ക് വേണം. 30 കൂടിയാൽ എത്ര കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞാൽ തോറ്റു പോകും, അതാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് വൺ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? HTയിൽ ഒരു ഹെഡ് ഉണ്ട്, HHൽ 2 ഹെഡ് ഉണ്ട്, THൽ ഒരു ഹെഡ് ഉണ്ട്, TTയിൽ ഹെഡേ ഇല്ല. അപ്പോൾ ആരാണ്? 3/4. അറ്റ്ലീസ്റ്റ് വൺ ഹെഡ് പ്രോബബിലിറ്റി അങ്ങനെ എഴുതണേ. പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഹെഡ് ഇസ് ഈക്വൽ ടു 3/4. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ മക്കളെ? അറ്റ്മോസ്റ്റ് വൺ ഹെഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹെഡ് വരെ, അതിൽ കുറഞ്ഞാൽ കുഴപ്പമില്ല. ഒരു ഹെഡ് വരെ പറ്റും, അതിൽ കുറഞ്ഞാലും കുഴപ്പമില്ല. അപ്പം മാക്സിമം മാർക്ക് 80, അതിൽ താന്നാലും കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ നിന്ന് അടിയിട്ടുള്ളൂ അല്ലേ? 80 മോർ ദാൻ 80 എന്ന് പറഞ്ഞാലോ അങ്ങനെ അറിയാം മാർക്ക് 80ൽ 81 മാർക്ക് ഉണ്ടാവുമോ? ഇല്ല. അപ്പം അറ്റ്മോസ്റ്റ് വൺ ഹെഡ് എന്ന് പറഞ്ഞാൽ HT എടുക്കാം, TH എടുക്കാം, TT എടുക്കാം. TT എന്താണ്? 0 ഹെഡാണ്, ഹെഡ് ഇല്ല അതിൽ. അപ്പോൾ അറ്റ്മോസ്റ്റ് വൺ ഹെഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹെഡ് വരെ പറ്റും, അതിന് താഴെയൊക്കെ പറ്റും. ഒരു ഹെഡ് വരെയോ പറ്റുള്ളൂ, ഹെഡിന് താഴെ 1ന് താഴെയൊക്കെ പറ്റും. അപ്പോൾ 0 ഹെഡാണ് TTയിൽ. 3/4. പ്രോബബിലിറ്റി ഓഫ് അറ്റ്മോസ്റ്റ് വൺ ഹെഡ് ഈക്വൽ ടു 3/4. Probability of at least one head equal to 3/4. At least one head 3/4. At most one head 3/4. At least one head 3/4. At most one head 3/4. നെക്സ്റ്റ് എന്താ പറയുന്നത്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോ ഹെഡ്. ഹെഡേ വേണ്ട. ഇതിൽ ഹെഡുണ്ട്, ദാറ്റ് ഈസ് TTയിൽ ഹെഡില്ല. 1/4. തേർഡ് ആൻസർ 1/4. നോ ഹെഡ് എന്ന് പറഞ്ഞാൽ 1/4. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഹെഡ് 3/4. പ്രോബബിലിറ്റി ഓഫ് അറ്റ്മോസ്റ്റ് വൺ ഹെഡ് 3/4. പ്രോബബിലിറ്റി ഓഫ് നോ ഹെഡ് വേണ്ട, ഓൺലി ടെയിൽ, ദാറ്റ് ഈസ് 1/4. ഓക്കെ, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അതിപ്പം 3 കോയിൻസും ടോസ് ചെയ്യാറുണ്ട് കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ.
Three different coins are tossed together. Three different coins are tossed together. Find the probability of getting. Find the probability of getting. Question 1. Exactly two heads. Exactly two heads. Second, at least two heads. At least two heads. Third, at least two tail. At least two tails. അപ്പോൾ 3 കോയിൻസ് ടോസ് ചെയ്യുമ്പോൾ 1 2 3 കോയിൻസ് ടോസ് ചെയ്യുമ്പോൾ ഇതിൽ ഹെഡ് ടെയിൽ ഹെഡ് ടെയിൽ ഹെഡ് ടെയിൽ 2 ഇൻറ്റു 2 ഇൻറ്റു 2 8 പോസിബിൾ ഔട്ട്കംസ് ഉണ്ടാവും. ഇൻറ്റു ആണ് ഔട്ട്കംസ്, എല്ലാ ടോട്ടൽ ഔട്ട്കംസ് കാണാൻ ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. ചില വിദ്വാൻമാർ, അതായത് കഴിവുള്ള ആളുകൾ ആഡ് ചെയ്ത് വെക്കുന്നത് കാണാം. അത് തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ നോക്കി, ഇവിടെ നോക്കി, ഇവിടെ നോക്കി, ഇവിടെ നോക്കി. എന്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ നോക്കാനാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്താ വരുന്നത്, നോക്ക് 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 നോക്കൂ. കറക്റ്റ് ചെയ്യാം. 2 ഇൻറ്റു 2 ഇൻറ്റു 2 2 ഇൻറ്റു 2 ഇൻറ്റു 2 8 ഔട്ട്കംസ്. പറയട്ടെ, എച്ച് എച്ച് എച്ച്, ഒരു വിദ്വാൻ, 2 വിദ്വാൻ, തേർഡ് വിദ്വാൻ, 3 പേരും കൂടി ഇട്ടപ്പോൾ ടോസ് ചെയ്തു. എച്ച് എച്ച് എച്ച്, എല്ലാവർക്കും ഹെഡ്. ടി 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 ടി, എല്ലാവർക്കും ടെയിൽ. എന്തൊരു നോക്കണം, സെക്കൻഡ് ടോസിങ്ങിൽ ടെയിൽ ടെയിൽ ടെയിൽ. അടുത്തതോ എച്ച് ടി എച്ച് ടി എച്ച് ടി അല്ലേ, എച്ച് എച്ച് ടി എച്ച് എച്ച് ടി 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 എച്ച് അല്ലേ, എച്ച് ടി ടി എച്ച് ടി 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 എച്ച് എച്ച്. ശരിയല്ലേ? ഒരു നാക്കിലങ്ങ് എഴുതിയാൽ മതി. നോക്കുക, ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ലല്ലോ. എച്ച് എച്ച് 3 എഴുതി, 3 എഴുതി. ദെൻ ഫസ്റ്റ് ലാസ്റ്റ് എച്ച് എച്ച്, ഫസ്റ്റ് ലാസ്റ്റ് ടി ടി ടി, അങ്ങനെ കൊടുത്തു. ദെൻ ഫസ്റ്റ് 2 എച്ച് എച്ച്, ഫസ്റ്റ് 2 ടി ടി ടി, ലാസ്റ്റ് 2 ടി ടി ടി, ലാസ്റ്റ് 2 എച്ച് എച്ച്, ലാസ്റ്റ് 2 എച്ച് എച്ച്, ലാസ്റ്റ് 2 എച്ച് എച്ച്, എച്ച് 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 ടി ടി ടി, എച്ച് ടി എച്ച് ടി എച്ച് ടി, എച്ച് എച്ച് ടി 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 എച്ച്, എച്ച് ടി 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 എച്ച് എച്ച് ടി എച്ച് എച്ച്. ഓക്കെ, അപ്പോൾ ഇനി എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയൂ മക്കളെ, പറയൂ മക്കളെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയൂ മക്കളെ. എക്സാക്ട്ലി 2 ഹെഡ്, 2 ഹെഡ് വരുന്നത് ഏതൊക്കെയാണ്? 1 1 1 2 ദെൻ 3 3/8. ഫസ്റ്റ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി 2 ഹെഡ് 3/8. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ മക്കളെ? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ മക്കളെ? അറ്റ്ലീസ്റ്റ് 2 ഹെഡ്, 2 ഹെഡെങ്കിലും വരുന്നത്. 3 കുഴപ്പമില്ല. 1 2 3 4 4/8. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 2 ഹെഡ് 4/8. സെക്കൻഡോ അറ്റ്ലീസ്റ്റ് 2 ടെയിൽ. 3 ടി ആയാലും കുഴപ്പമില്ല. 1 2 ദെൻ 3 4 4/8. At least 2 head 4/8, at least 2 tail 4/8. Then അടുത്തെന്താണ്? അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് അല്ല, എക്സാക്ട്ലി. അറ്റ്ലീസ്റ്റ് അല്ല പറഞ്ഞത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? എക്സാക്ട്ലി 2 ഹെഡ്, 2 ഹെഡ് മാത്രം. എക്സാക്ട്ലി എന്ന് പറഞ്ഞാൽ 2 ഹെഡ്. മറ്റേത് അറ്റ്ലീസ്റ്റ്, മിനിമം, മാക്സിമം ആയാലും കുഴപ്പമില്ല കേട്ടോ. ദെൻ അറ്റ്ലീസ്റ്റ് ടെയിലും അറ്റ്ലീസ്റ്റ് ഹെഡും കണ്ടുപിടിച്ചു. അപ്പോൾ 1 കോയിൻ ടോസ് ചെയ്യാൻ അത് സിമ്പിളാണ്, അത് എത്ര ചോദിക്കൂല. 2 കോയിൻ ടോസ് ചെയ്തു, 3 കോയിൻ ടോസ് ചെയ്തു. 2 കോയിൻ ടോസിങ്, 3 കോയിൻ ടോസിങ്. ഡൈസിൻ്റെ പ്രോബ്ലം. പിന്നെ കുറേ ബോള്, കാർഡ്സ്, നമ്പേഴ്സൊക്കെ എല്ലാം കൂടി ഒരു ബോക്സിൽ ഇടുക. നെക്സ്റ്റ് വണ്ണ് നമുക്ക് പ്ലെയിൻ കാർഡ്സിനെ കുറിച്ച് പഠിക്കാം. പ്ലെയിൻ കാർഡ്സ് എല്ലാവർക്കും അറിയാം. ടോട്ടൽ നമ്പർ ഓഫ് പ്ലെയിൻ കാർഡ്സ് എത്രയാ? പറഞ്ഞാടോട്ട്. ടോട്ടൽ നമ്പർ ഓഫ് പ്ലെയിൻ കാർഡ്സ് എത്രയാടോ? ഒന്നും അറിയില്ലല്ലേ. 52. ടോട്ടൽ നമ്പർ ഓഫ് പ്ലെയിൻ കാർഡ്സ് 52. ദെൻ ടോട്ടൽ പ്ലെയിൻ കാർഡ്സ് കണ്ടെയ്ൻ 4 ഗ്രൂപ്സ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ സ്പെയ്ഡ്, സെക്കൻഡ് വൺ ക്ലബ്ബ്, തേർഡ് വൺ എല്ലാവർക്കും അറിയാം ഹാർട്ട്, ഫോർത്ത് വൺ എന്താണ്? ഡയമണ്ട്. സ്പെയ്ഡ്,
ക്ലബ്ബ്, ഹൃദയം ഹാർട്ട് ആൻഡ് ഡയമണ്ട്. ഇത് നിറയെ കണ്ടിട്ടുണ്ട്, ഡെസ്കിൻ്റെ മുകളിലും വെഞ്ചിൻ്റെ മുകളിലൊക്കെ നിറയെ ഉണ്ടാവും ഡയമണ്ട്. ദെൻ സ്പെയ്ഡ് ആൻഡ് ക്ലബ്ബ് ബ്ലാക്ക് കളർ, ബ്ലാക്കാണ്. ഹാർട്ട് ആൻഡ് ഡയമണ്ട് റെഡ് കളറാണ്. ഈച്ച് ഗ്രൂപ്പ് കണ്ടെയ്ൻ 13 13 13 13. എല്ലാ ഗ്രൂപ്പിലും 13 കാർഡ്സ് ഉണ്ടാവും. ആ കാർഡ്സിൽ വരുന്ന നമ്പർ എങ്ങനെയാണെന്നറിയോ? 1 ഏസ്, കിങ്, ക്വീന്, ജാക്ക്, ഏസ്, കിങ്, ക്യൂന്, ജാക്ക്, ഏസ്, കിങ്, ക്യൂന്, ജാക്ക്, ഏസ്, കിങ്, ക്യൂന്, ജാക്ക് അല്ലേ? ബാക്കി വരുന്ന 9 നമ്പർ കാർഡ്സ് ആണ്. ഏതാ 9 നമ്പർ കാർഡ്സ്? 2 3 4 5 6 7 8 9 10. ദെൻ കിങ്, ക്വീന്, ജാക്ക്, ഏസ്, കിങ്, ക്വീന്, ജാക്ക്, ഏസ്, കിങ്, ക്വീന്, ജാക്ക്, ഏസ്, കിങ്, ക്വീന്, ജാക്ക്, ഏസ്. റെഡി? ഇനി കിങ്, ക്വീന്, ജാക്ക് 3 + 3 + 3 + 3 12 കാർഡ്സ് ഉണ്ട്. അതിനെ പറയാം ഫേസ് കാർഡ് എന്നാണ്. ടോട്ടൽ ഫേസ് കാർഡ്സ് ഈക്വൽ ടു 12. എ വരുന്ന കാർഡിനെ പറയാം എയ്സ് കാർഡ്. എയ്സ് കാർഡ്സ് ഈക്വൽ ടു 4. ടോട്ടൽ ഫേസ് കാർഡ്സ് ഈക്വൽ ടു 12. ടോട്ടൽ എയ്സ് കാർഡ്സ് ഈക്വൽ ടു 4. 26 ബ്ലാക്ക് കളർ കാർഡ്സ്, 26 റെഡ് കളർ കാർഡ്സ്, 13 13 20 അങ്ങനെയാണ് വരുന്നത്. സ്പെയ്ഡ്, ക്ലബ്ബ്, ബ്ലാക്ക്, ഹാർട്ട്, ഡയമണ്ട്, റെഡ്. ദെൻ ടോട്ടൽ ഫേസ് കാർഡ് 12. 6 ബ്ലാക്ക്, 6 റെഡ്, 6 ബ്ലാക്ക്, 6 റെഡ്, 6 ബ്ലാക്ക്, 6 റെഡ്. ദെൻ ടോട്ടൽ 4 ഏസ് കാർഡ്, 2 ബ്ലാക്ക്, 2 റെഡ്, 2 ബ്ലാക്ക്, 2 റെഡ് അങ്ങനെയാണ് വരുന്നത്. എല്ലാം ഈക്വൽ ഭാഗമായിട്ട് മാറ്റുകയാണ് കേട്ടോ. ടോട്ടൽ 52 കാർഡ്സ്. ഈച്ച് ഗ്രൂപ്പ് കണ്ടെയ്ൻ 13 കാർഡ്സ്. സ്പെയ്ഡ്, ക്ലബ്ബ്, ഡയമണ്ട്, ഹാർട്ട്. ദെൻ സ്പെയ്ഡ് 13, ക്ലബ്ബ് 13, ഡയമണ്ട് 13, ഹാർട്ട് 13. ഡയമണ്ട് ആൻഡ് സ്പെയ്ഡ് ആൻഡ് ക്ലബ്ബ് ആർ ബ്ലാക്ക് കളർ. ഡയമണ്ട് ആൻഡ് ഹാർട്ട് ആർ റെഡ് കളർ. ദെൻ സ്പെയ്ഡ്, ക്ലബ്ബ് ബ്ലാക്ക് കളറാണ്. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ഏസ് കാർഡ് 4, ദാറ്റ് ഈസ് 2 ബ്ലാക്ക്, 2 റെഡ്. ടോട്ടൽ നമ്പർ ഓഫ് ഫേസ് കാർഡ് 12, 6 ബ്ലാക്ക്, ദെൻ 6 റെഡ്. ഏസ് കാർഡ് 4, 2 ബ്ലാക്ക്, 2 റെഡ്. ഇതാണ് ഈ ഒരു നമ്പർ കാർഡിൻ്റെ, പ്ലെയിൻ കാർഡ്സിൻ്റെ ഒരു 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 കാറ്റഗറി. ഇതാണ് കാറ്റഗറി. ടോട്ടൽ കാർഡ്സ് 52. ഈച്ച് ഗ്രൂപ്പ് കണ്ടെയ്ൻ 13 കാർഡ്സ്. ക്ലബ്ബ്, സ്പെയ്ഡ്, ഹാർട്ട്, ഡയമണ്ട്. ഹാർട്ട് ആൻഡ് ഡയമണ്ട് റെഡ്. സ്പെയ്ഡ് ആൻഡ് ക്ലബ്ബ് ബ്ലാക്ക്. വെരി ഗുഡ്. അറിഞ്ഞിരിക്കണം, വേറെ തല പോകുന്ന കേസൊന്നുമില്ല കേട്ടോ. അടുത്തൊരു പ്രോബ്ലം നോക്കുക. 1 card is drawn. 1 card is drawn ഫ്രം എ വെൽ ഷഫിൾഡ് ഡെക്ക് ഓഫ് 52 കാർഡ്സ്. വലിയ സംഭവം ഒന്നുമല്ല. ഫ്രം എ വെൽ ഷഫിൾഡ് ഡെക്ക് ഓഫ് 52 കാർഡ്, ഒരു പെട്ടിയിലുള്ള കാർഡ്. ഫ്രം എ വെൽ ഷഫിൾഡ് ഡെക്ക് ഓഫ് 52 കാർഡ്സ്. ഫൈൻഡ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ്. ഫൈൻഡ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ്. ക്വസ്റ്റ്യൻ എ, നോൺ ഫേസ് കാർഡ്. നോൺ ഫേസ് കാർഡ്, ഫേസ് കാർഡ് വേണ്ട. ബി ക്വസ്റ്റ്യൻ, ബ്ലാക്ക് കിങ് ഓർ റെഡ് ക്വീൻ. ബ്ലാക്ക് കിങ്ങും റെഡ് ക്വീനും വരുന്നത്. സി തേർഡ് ക്വസ്റ്റ്യൻ, സ്പെയ്ഡ് കാർഡ്സ്. സ്പെയ്ഡ് കാർഡ്സ്, സ്പെയ്ഡ് കാർഡ്സ്. ഇവിടെ നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് 52. എന്താ പറഞ്ഞത്? വെൽ ഷഫിൾഡ് ഡെക്ക് ഓഫ് 52 കാർഡ്സ്. ഫൈൻഡ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോൺ ഫേസ് കാർഡ്. ഫേസ് കാർഡ് ഇല്ലാത്ത പ്രോബബിലിറ്റി. ഫേസ് കാർഡ് 12 ഫേസ് കാർഡ് ഉണ്ട് അല്ലേ? അപ്പോൾ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ, പ്രോബബിലിറ്റി ഓഫ് നോൺ ഫേസ് കാർഡ് ഈക്വൽ ടു 52 - 12, 40 ഡിവൈഡഡ് ബൈ 52. പ്രോബബിലിറ്റി ഓഫ് നോൺ ഫേസ് കാർഡ്, ഫേസ് കാർഡ് ഇല്ലാത്ത പ്രോബബിലിറ്റി, ദാറ്റ് ഈസ് 52 കാർഡ്സ് ടോട്ടൽ, 12 കാർഡ്സ് ഫേസ് കാർഡ്. 52 - 12, 40 ഡിവൈഡഡ് ബൈ 52. ദെൻ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് വേണ്ടവർക്കാക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ് മക്കളെ? ബ്ലാക്ക് കിങ് ഓർ എ റെഡ് കിങ്. ബ്ലാക്ക് കിങ്,
ബ്ലാക്ക് ഗ്രൂപ്പ് 2 ഗ്രൂപ്പാണ് ഉള്ളത്. ഓരോ ഗ്രൂപ്പിൽ 1 കിങ് ആണുള്ളത്. അപ്പോൾ 2 ബ്ലാക്ക് കിങ് ഓർ എ റെഡ് ക്വീൻ. റെഡ് ഗ്രൂപ്പ് 2 ഉണ്ട്. റെഡ് ഗ്രൂപ്പിൽ ഈച്ച് ഗ്രൂപ്പ് കണ്ടെയ്ൻ 1 ക്വീന്. അപ്പോൾ 1 + 1 2 by 52. ദാറ്റ് ഈസ് 4 by 52. ദെൻ 40 by 52 സിംപ്ലസ്റ്റ് ഫോം എത്ര? 20 by 26, 10 by 13. 4 by 52 സിംപ്ലസ്റ്റ് ഫോം എത്ര? 1 by 13. 1 by 13. 4 by 52ൻ്റെ സിംപ്ലസ്റ്റ് ഫോം 1 by 13. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ മക്കളെ? പറഞ്ഞോളൂ. സ്പെയ്ഡ് കാർഡ്സ്. സ്പെയ്ഡ് ടോട്ടൽ നമ്പർ ഓഫ് സ്പെയ്ഡ് 13. ടോട്ടൽ നമ്പർ ഓഫ് സ്പെയ്ഡ് 13. 13 by 52 ദാറ്റ് ഈസ് 1 by 4. അപ്പോൾ ശ്രദ്ധിക്കുക, പ്രോബബിലിറ്റി ഓഫ് നോൺ ഫേസ് കാർഡ്. ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് ഈക്വൽ ടു 52. ഒരു കാർഡ് റിമൂവ് ഒന്നും ചെയ്യുന്നില്ല. 52 കാർഡ്സ്. ദെൻ ഫസ്റ്റ് പ്രോബബിലിറ്റി ഓഫ് നോൺ ഫേസ് കാർഡ്. നോൺ ഫേസ് കാർഡ് മീൻസ് 52 മൈനസ് 12. 52 12 ഫേസ് കാർഡ് അങ്ങ് റിമൂവ് ചെയ്യുക. അപ്പോൾ എത്ര? 40 ഡിവൈഡഡ് ബൈ 52 ദാറ്റ് ഈസ് 20 by 26. കട്ട് ചെയ്താൽ 10 by 13. ദെൻ നെക്സ്റ്റ് പറയുന്നു ബ്ലാക്ക് കിങ് ഓർ എ ക്വീൻ. റെഡ് ക്വീൻ. ബ്ലാക്ക് കിങ്. ബ്ലാക്ക് ഗ്രൂപ്പ് 2 ഗ്രൂപ്പ്. ഈച്ച് ഗ്രൂപ്പ് കണ്ടെയ്ൻ 1 കിങ്. അപ്പോൾ 1 + 1 2 ബ്ലാക്ക് കിങ് പ്ലസ് റെഡ് ഈച്ച് ഗ്രൂപ്പ് കണ്ടെയ്ൻ 1 ക്വീന് 1 ക്വീൻ 2 ക്വീൻ. ദാറ്റ് ഈസ് 2 + 2 4 ക്വീൻ. 4 by 52. ദെൻ നെക്സ്റ്റ് സ്പെയ്ഡ് കാർഡ്സ്. സ്പെയ്ഡ് കാർഡ്സ് ദാറ്റ് ഈസ് 13 by 52. 1 by 4. കഴിയുന്നതിനൊക്കെ സിംപ്ലിഫൈ ചെയ്യാം. അല്ലാത്തതിനെ വേണം നിർബന്ധമില്ല. സിംപ്ലിഫൈ ചെയ്യണം എന്നാണ് നിയമം. ഇപ്പോൾ തെറ്റിക്കഴിഞ്ഞിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് വലിയ കാര്യമില്ലല്ലോ. അതല്ല അതിൻ്റെ പ്രത്യേകത. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. 1 card is drawn from a well shuffled deck of 52 cards. 1 card is drawn from a well shuffled deck of 52 cards. Find the probability of getting. Question 1. Red face card. Second, spade matram. Fourth, either a king or a black cards. Either a king or a black cards. Either a king വേണം or black cardsഉം വേണം. നോക്കാം ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ടോട്ടൽ ഔട്ട്കംസ് 52. ദെൻ പ്രോബിലിറ്റി റെഡ് ഫേസ് കാർഡ് 52 കാർഡ്സ്. ടോട്ടൽ ഔട്ട്കംസ് ഈക്വൽ ടു 52. ടോട്ടൽ ഫേസ് കാർഡ് എത്ര? 12. റെഡ് ഫേസ് കാർഡ് എത്ര? 6. 6 by 52. കട്ട് ഷോർട്ട് ചെയ്താൽ 3 by 24. 3 by 26. 3 by 26. 2 കൊണ്ട് കട്ട് ചെയ്തു. പ്രോബബിലിറ്റി ഓഫ് റെഡ് ഫേസ് കാർഡ് ഈക്വൽ ടു 3 by 26. സെക്കൻഡ്, നമ്പർ ഓഫ് സ്പെയ്ഡ് കാർഡ്. Probability of spade equal to 13 by 52 that is 1 by 4. നെക്സ്റ്റ് എന്താ പറയുന്നത്? either a king or a black cards. either a king or a black cards. കിങ് ബ്ലാക്ക് കാർഡ്സ് എത്ര ഉണ്ട്? 26. ഓക്കെ. കിങ്ങോ? ബ്ലാക്കിലെ കിങ് ആയിരിക്കും പറയാം. ബ്ലാക്കിലെ കിങ് ആണ്. അപ്പോൾ ബ്ലാക്കിലെ കിങ് അല്ല, ബ്ലാക്കിൽ കാർഡ്സ് പ്ലസ് കിങ്ങും. ബ്ലാക്ക് കാർഡ്സ് എത്ര ഉണ്ട്? 26 അല്ലേ? ബ്ലാക്ക് കാർഡ്സ് 26. 13 + 13 സ്പെയ്ഡ് ക്ലബ്ബ്. ദെൻ അതിലൊക്കെ കിങ് വിട്ടിട്ടുണ്ട്. അതിലെല്ലാം കിങ് ഉണ്ട്. റെഡിൽ 2 കിങ്ങും കൂടി ഉണ്ട്. ദാറ്റ് ഈസ് +2 by 52. 28 by 52. കട്ട് ഷോർട്ട് ചെയ്താൽ 14 divided by 26. കട്ട് ഷോർട്ട് ചെയ്താൽ 7 by 13. 7 by 13. അപ്പോൾ ശ്രദ്ധിക്കുക, either a കിങ് or a ബ്ലാക്ക് കാർഡ്സ് എന്നാണ് പറഞ്ഞത്. ബ്ലാക്ക് കാർഡ്സ് 26 അവിടെ വെച്ചു, നമ്മളെ മൈൻഡിൽ വെച്ചു. അതിൽ രണ്ടിലും കിങ് ഉണ്ട്. ഓൾറെഡി അതിൽ കിങ് ഉണ്ട്. ഏത്? സ്പെയ്ഡിലുണ്ട്, ക്ലബിലുണ്ട്. ദെൻ കിങ് കാർഡ് ഇനിയും ഉണ്ട് 2 എണ്ണം. ഏതാണത്?
റെഡിൽ വരുന്ന കിങ് ഉണ്ട്, ആ രണ്ടും കൂടി ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 26 + 2 28 ഡിവൈഡഡ് ബൈ 52. അതാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സാർ 26 അതിൽ പിന്നെ ഇതിനെ 2 ആഡ് ചെയ്ത് 2 റെഡിലുള്ള കിങ്ങും കൂടി ഇങ്ങ് നമുക്ക് എടുക്കണം. ഐദർ ഓർ ക്വസ്റ്റ്യൻ ആണ്. റെഡ് കാർഡ്സും ഓർ കിങ്ങും ആണ് വരേണ്ടത് അല്ലേ. അപ്പോൾ കിങ്ങും എടുത്തു, റെഡ് കാർഡ്സും എടുത്തു. അപ്പോൾ കാർഡ്സിൻ്റെ പ്രോബ്ലം വലിയ കുഴപ്പമില്ലല്ലോ, സിമ്പിളാണ്. ക്വസ്റ്റ്യൻ്റെ ലോജിക്ക് അപ്ലൈ അങ്ങോട്ട് ചെയ്യുക, അതന്നെ ഉള്ളൂ. നെക്സ്റ്റ് ചെയ്താ പറയട്ടെ. എ കാർഡ് ഈസ് ഡ്രോൺ അറ്റ് റാൻഡം. ഒരു കാർഡിൻ്റെ ക്വസ്റ്റ്യൻ കൂടി എഴുതാം. എ കാർഡ് ഈസ് ഡ്രോൺ അറ്റ് റാൻഡം ഫ്രം എ വെൽ ഷഫിൾഡ് ഡെക്ക് ഓഫ് പ്ലേയിങ് കാർഡ്സ്. ഫൈൻഡ് ദി പ്രോബിലിറ്റി ദാറ്റ് കാർഡ് ഡ്രോൺ ഈസ് ക്വസ്റ്റ്യൻ 1 കാർഡ് ഓഫ് സ്പെയ്ഡ് ഓർ എൻ എയ്സ്. സ്പെയ്ഡും ഓർ എൻ എയ്സ്. സെക്കൻഡ് ബ്ലാക്ക് കിങ്. തേർഡ് നൈദർ എ ജാക്ക് നോർ എ കിങ്. നൈദർ നോർ എന്ന് പറഞ്ഞാൽ വേണ്ട, നെഗറ്റീവാണ്. ഫോർത്ത് ഐദർ എ കിങ് ഓർ എ ക്വീൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതുപോലെ ടോട്ടൽ കാർഡ്സ് എത്ര? 52. നമ്പർ ഓഫ് കാർഡ്സ് ഈക്വൽ ടു 52. ദെൻ കാർഡ് ഓഫ് സ്പെയ്ഡ് ആൻഡ് എയ്സ്. സ്പെയ്ഡ് കാർഡ് എത്ര ഉണ്ട് മക്കളെ? സ്പെയ്ഡ് ഒരു ഗ്രൂപ്പാണുള്ളത് 13. ഓർ എയ്സ് അനദർ 3 ഗ്രൂപ്പിൽ എയ്സ് ഉണ്ട് +3. 16 ഡിവൈഡഡ് ബൈ 52. 2 കൊണ്ട് ചെയ്താൽ 8/26. 2 കൊണ്ട് ചെയ്താൽ 4/13 അല്ലേ? കറക്റ്റ് അല്ലേ? ഐദർ എ സ്പെയ്ഡ് ഓർ എ എയ്സ് അല്ലേ പറഞ്ഞത്? എ കാർഡ് ഓഫ് സ്പെയ്ഡ് ഓർ എൻ എയ്സ്. അപ്പോൾ സ്പെയ്ഡ് 13 കാർഡ്സ് ആണ്. ദെൻ എയ്സും കൂടി പറഞ്ഞത് കൊണ്ട് അനദർ 3 ഗ്രൂപ്പിൽ എയ്സ് ഉണ്ട്. സ്പെയ്ഡിലുള്ള എയ്സ് ഓൾറെഡി അതിലുണ്ട്, 13 പെടും. ദെൻ അനദർ 3 ഗ്രൂപ്പ്സിൽ എയ്സ് ഉണ്ട്. 13 + 3 16 ഡിവൈഡഡ് ബൈ 52. ബ്ലാക്കിംഗ്. How many groups? Black 2 group. Then each group contain 1 king. That is 2 king. 2/52. Second 1/26. Probability of black king equal to 2/52. Second neither a jack nor a king. ജാക്ക് വേണ്ട. എത്ര ജാക്ക് ഉണ്ട്? 4 ജാക്ക്. കിങ് 4 കിങ് 8 സബ്ട്രാക്ട് ചെയ്യണം, മൂപ്പര് വേണ്ട. 52 - 8 44 ഡിവൈഡഡ് ബൈ 52. നൈദർ എ കിങ് വേണ്ട, അപ്പോൾ 4 കിങ് ഉണ്ട്. ഓർ എ ജാക്കും വേണ്ട, 4 ജാക്ക് ഉണ്ട്. അപ്പോൾ 8 സബ്ട്രാക്ട് ചെയ്താൽ 44/52 കട്ട് ചെയ്താൽ 4 കൊണ്ട് കട്ട് ചെയ്താൽ 11/13. നൈദർ നോർ നെഗറ്റീവാണ്, ഐദർ ഓർ പോസിറ്റീവ്. ദെൻ ഐദർ കിങ് ഓർ എ ക്വീന്. ഐദർ കിങ് 4 കിങ് ഓർ എ ക്വീന് 4 ക്വീന്. ഐദർ കിങ് 4 കിങ് നോർ എ ക്വീന് 4 ക്വീന്. ദാറ്റ് ഈസ് 4 + 4 8/52. 8/52 കട്ട് ഷോർട്ട് ചെയ്താൽ 4/26 2/13. ദാറ്റ് ഈസ് 2/13. അപ്പോൾ മനസ്സിലായല്ലോ? നൈദർ നോർ. ഓക്കെ, ഐദർ ഓറും നൈദർ നോറും. ഐദർ ഓർ നൈദർ നോർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ കാര്യമായിട്ട് കേട്ടോ. നിങ്ങൾക്ക് വലിയ പ്രയാസമുള്ള കാര്യങ്ങളൊന്നുമല്ല, വളരെ അങ്ങ് സിമ്പിളാണിത് കേട്ടോ. അങ്ങ് പഠിച്ചേക്കേണ്ട കാര്യമേ ഉള്ളൂ, അങ്ങ് പൊട്ടിച്ചിട്ടേക്കാം. ഓക്കെ,
നെക്സ്റ്റ് തകർത്തിട്ടേക്കാം. കാർഡ്സിൻ്റെ കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു 10ഓളം പ്രോബ്ലംസ് ആയില്ലേ, ഒരു ക്വസ്റ്റ്യനും കൂടി എഴുതിക്കോളാം. From all two-digit numbers, a number is chosen at random. Find the probability of the chosen number is a multiple of 7. Total number of two-digit എത്ര വരിക? 10, 11, 12, etc. 99. That is equal to 90 numbers. എങ്ങനെ ഈസി ആയിട്ട് കിട്ടുന്നു? 1 to 99 എത്രയാണ് മക്കളെ? 99. 1 to 9 അതിൽ നിന്ന് ക്യാൻസൽ ചെയ്യുക. 99 - 9 അങ്ങ് പോയാൽ ബാക്കി വരുന്ന എത്ര? 90 numbers. ദെൻ ഫേവറബിൾ ഔട്ട്കംസ് ആയിട്ട് വരുന്ന എത്രയാണ് വരുന്നത്? 7ൻ്റെ ഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ ദെൻ 14, 21, 28, 35, 42, 49, 56, 63, 70, അടുത്ത കൂടെ പോട്ടെ 77, നെക്സ്റ്റ് അങ്ങനെ എക്സെട്ര എത്ര വന്നു? 98 വരെ ഉണ്ടാവും. 98 വരെ അല്ലേ. അപ്പോൾ ടോട്ടൽ മൾട്ടിപ്പിൾ ഓഫ് 7 ഡിവിസിബിൾ ബൈ 7 എത്രയാണ്? 13 ഡിവൈഡഡ് ബൈ 90. 13 ഡിവൈഡഡ് ബൈ 90 വരെ ഉണ്ടാവും. 13 ഡിവൈഡഡ് ബൈ 19 എഴുതി വെക്കുക. ആൻസർ 13 ഡിവൈഡഡ് ബൈ 19. 7 to 98 വരെ. 7 ഇല്ല, 14 to 98. 14, 21, 28, 35, 42, 49, ദെൻ അങ്ങനെ പോട്ടെ 56, 63, 70, 77, 84, 91, 98 അങ്ങനെ വരെ അങ്ങ് പോയാൽ 13 ഡിവൈഡഡ് ബൈ 90 numbers. ദാറ്റ് ഈസ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോസിബിൾ ഔട്ട്കം. അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുതി അവസാനിപ്പിക്കുക. ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് എ ലീപ്പ് ഇയർ ഹാസ് 53 Sundays. ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് എ ലീപ്പ് ഇയർ ഹാസ് 53 Sundays. What is mean by leap year? In a year contain 366 days. That is leap year അല്ലേ. നോൺ ലീപ്പ് ഇയറോ 365 1/4 അങ്ങനെയാണ് ശരിക്കും എന്നല്ലേ. നോൺ ലീപ്പ് ഇയറിൽ ജോഗ്രഫിക്കൽ സ്ട്രക്ചറിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? 365 1/4 ആണെന്ത് നോൺ ലീപ്പ് ഇയർ ആയിട്ട് വരുന്നത്. ലീപ്പ് ഇയർ ഈക്വൽ ടു 366 ഡേയ്സ് ആണ് അല്ലേ. നോൺ ലീപ്പ് ഇയർ 365 1/4. ആ 1/4 4 ഇയേഴ്സ് ചേരുമ്പോഴാണ് ലീപ്പ് ഇയർ ആയിട്ട് വരുന്നത്. അങ്ങനെ 1/4 1/4 1/4 1/4 4 ഇയേഴ്സ് മാറുമ്പോൾ 366 ഡേയ്സ് ആയിട്ട് മാറുകയാണ് അല്ലേ. കറക്റ്റ് അല്ലേ? 365 1/4 × 4 എന്ന് പറഞ്ഞാൽ അത് ചേഞ്ച് ആകുകയാണ്. 1/4 × 4 മാറി 1 ആയിട്ട് മാറും. അപ്പോൾ 4 ഇയർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 366 ഡേയ്സ്. 2020 ലീപ്പ് ഇയറാണ്. ദ നെക്സ്റ്റ് ലീപ്പ് ഇയർ 2024. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ പറയുന്നു വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ലീപ്പ് ഇയർ ഹാസ് 53 Sundays. ലീപ്പ് ഇയറിൽ 53 Sundays ആവാനുള്ള ചാൻസ് എത്ര നോക്കാം. 1 ലീപ്പ് ഇയർ ഈക്വൽ ടു 366 days. ദെൻ 366 days കൺവേർട്ടഡ് ഇൻ ടു വീക്ക് 7നെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. 7 5s are 35, 1 6, 2 7s are 14, റിമൈനിങ് ഡേയ്സ് 2 ആണ്. ദെൻ 52 വീക്സ് ആൻഡ് 2 days. 52 വീക്സ് ആൻഡ് 2 days. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം 52 വീക്സിൽ ഫുൾ പെർഫെക്റ്റ് ആയിട്ട് എന്തുണ്ട്? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ എല്ലാ ഡേയ്സും അതിലുണ്ട്. 52 വീക്സ്. ഒരു 1 വീക്കിൽ 7 days ഫുൾ പെർഫെക്റ്റ് ആണ്. ദെൻ റിമൈനിങ് ഡേയ്സ് 2 ആണ്. ആ ഡേയ്സ് ആണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ആ ഡേയ്സ് എങ്ങനെയൊക്കെ ആവാം അതിൻ്റെ ഔട്ട്കംസ് ആണ് എഴുതേണ്ടത്. റിമൈനിങ് ഡേയ്സിൻ്റെ അല്ലേ. മൺഡേ ട്യൂസ്ഡേ ആയിക്കൂടെ, ട്യൂസ്ഡേ വെനസ്ഡേ ആവാം, വെനസ്ഡേ തേഴ്സ്ഡേ, തേഴ്സ്ഡേ ഫ്രൈഡേ, ഫ്രൈഡേ സാറ്റർഡേ, സാറ്റർഡേ സൺഡേ, സൺഡേ മൺഡേ. 7 ടൈപ്പിൽ എഴുതാൻ പറ്റും.
റിമൈനിങ് 2 ഡേയ്സ് കൺവേർട്ടഡ് ഇൻ ടു 7 പോസിബിൾ ഔട്ട്കംസ് ആക്കി മാറ്റാം. 52നെ കൺസിഡർ ചെയ്യണോ? വേണ്ട മക്കളെ. 52 വീക്സ് ഫുൾ വീക്കാണത്. അപ്പോൾ 52 വീക്സിൽ എല്ലാ ഡേയ്സും ഉണ്ട്. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, ഓൾ ഡേയ്സ് ഉണ്ട്. പിന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ട? പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട. ദെൻ റിമൈനിങ് ഡേയ്സിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാം. റിമൈനിങ് ഡേയ്സ് ഒരാൾ പറയുന്നു മൺഡേ ട്യൂസ്ഡേ, വേറൊരാൾ പറയുന്നു ട്യൂസ്ഡേ വെനസ്ഡേ, വെനസ്ഡേ തേഴ്സ്ഡേ, തേഴ്സ്ഡേ ഫ്രൈഡേ, ഫ്രൈഡേ സാറ്റർഡേ, സാറ്റർഡേ സൺഡേ, സൺഡേ മൺഡേ. 7 ടൈപ്പിലേ പറയാൻ പറ്റത്തുള്ളൂ. ദെൻ സൺഡേ ആവാനുള്ള ചാൻസ് സാറ്റർഡേ സൺഡേ ആവാം, അല്ലെ സൺഡേ മൺഡേ ആവാം. 2/7. Then probability of non-leap year has 53 Sundays ആണല്ലേ. Find the probability of 53 Sundays in non-leap year അല്ലെ leap year. Probability of 53 Sundays in leap year equal to 2/7. Probability of 53 Sundays in leap year equal to 2/7. അത് ട്യൂസ്ഡേ ചോദിച്ചാലോ 2/7, വെനസ്ഡേ ചോദിച്ചാലോ 2/7, തേഴ്സ്ഡേ ചോദിച്ചാൽ 2/7, ഫ്രൈഡേ. അപ്പോൾ അത് ചോദിച്ചാൽ ആൻസർ മാത്രം എഴുതി വെച്ചാൽ മാർക്ക് കിട്ടില്ല. 2 മാർക്ക് ക്വസ്റ്റ്യനാണ്. ആൻസർ മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലീപ്പ് ഇയർ ചോദിച്ചാൽ 2/7, നോൺ ലീപ്പ് ഇയർ ചോദിച്ചാൽ 1/7 ആണെന്ന് ബൈ ഹാർട്ട് പഠിച്ചിട്ട് എഴുതി വെച്ചിട്ട് കാര്യമില്ല. ദെൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്പർ ഓഫ് ഇയർ ഇൻ ലീപ്പ് ഇയർ, number of days in leap year, that is 366 days. Then 52 weeks and 2 days remaining. Then 2 days converted into 7 type. 7 type. Monday, Tuesday, Wednesday, Thursday, Friday, Saturday, Sunday. Then 7 type. Then Sundays ആവാനുള്ളത് 2/7. Okay. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുതിക്കാൻ. നോൺ ലീപ്പ് ഇയറിൻ്റെ, ഇപ്പോൾ ലീപ്പ് ഇയർ അല്ലേ നമ്മൾ ചെയ്തത്. ഹൗ മെനി ഡേയ്സ് ഇൻ നോൺ ലീപ്പ് ഇയർ? ലീപ്പ് ഇയർ കണ്ടെയ്ൻ 365 ഡേയ്സ്. നോൺ ലീപ്പ് ഇയർ കണ്ടെയ്ൻ 365 ഡേയ്സ് കേട്ടോ. 365 ഡേയ്സ് ആണ്. ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് ലീപ്പ് ഇയർ ഹാസ് 53 മൺഡേയ്സ്. ഫൈൻഡ് ദി പ്രോബബിലിറ്റി that a leap year has 53 Mondays. അപ്പോൾ 50 നോൺ ലീപ്പ് ഇയർ ആണ്, ലീപ്പ് ഇയർ അല്ല, നോൺ ലീപ്പ് ഇയർ. പിന്നെ നോൺ ലീപ്പ് ഇയർ ഈക്വൽ ടു 365 ഡേയ്സ്. ദെൻ കൺവേർട്ട് ഇൻ ടു വീക്ക്, ഡിവൈഡ് ബൈ 7. 7 5s are 35, 15, 2 14, remainder 1. Then 52 weeks and 1 day remaining അല്ലേ. 52 വീക്സ് ഫുള്ളാണ്, അതിൽ സൺഡേ മൺഡേ ഓൾ ഡേയ്സ് ഉണ്ട്. ദെൻ 1 ഡേ എന്തായി വരാം? സൺഡേ ആവാം, മൺഡേ ആവാം, ട്യൂസ്ഡേ ആവാം, വെനസ്ഡേ ആവാം, തേഴ്സ്ഡേ ആവാം, ഫ്രൈഡേ ആവാം, സാറ്റർഡേ ആവാം, സൺഡേ ആവാം, മൺഡേ ആവാം, ട്യൂസ്ഡേ ആവാം, വെനസ്ഡേ ആവാം, തേഴ്സ്ഡേ ആവാം, ഫ്രൈഡേ ആവാം, സാറ്റർഡേ ആവാം. അപ്പോൾ 7 ടൈപ്പിൽ ഇതിന് എഴുതാം. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ദാറ്റ് ഈസ് മൺഡേ വരുന്നത് 1/7. അപ്പോൾ നോൺ ലീപ്പ് ഇയറിൽ 1/7, ലീപ്പ് ഇയറിൽ 2/7 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ബോക്സ് കണ്ടെയ്ൻ ബോൾസ് ആൻഡ് മാർബിൾസ്, അങ്ങനെയൊക്കെ എന്തെങ്കിലും കേസുകൾ. ദെൻ സെക്കൻഡ് 2 coin tossed, 3 coin tossed, 2 dice, then cards, number cards, plain cards, leap year and non leap year. ഇതൊക്കെയാണ് പ്രോബബിലിറ്റി ആയിട്ട് വരുന്നത്. ഓക്കെ, അത് നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യുക. ഫുൾ റൗണ്ട് അങ്ങ് റിവിഷൻ നടത്തി സെറ്റാക്കിയാൽ ആ ചാപ്റ്റർ നമുക്ക് ഫിനിഷായി. ഓക്കെ, എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക, റൗണ്ട് റിവിഷനിൽ പങ്കെടുക്കുക. ഓക്കെ, താങ്ക് യു.